കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി 9ാം വാർഡിൽ നിന്ന് വിജയിച്ച ഇ.കെ. ഉസ്മാനെ തെരഞ്ഞെടുത്തു. 6-നെതിരെ 11 വോട്ടുകൾ നേടിയാണ് ഉസ്മാൻ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയത്. 17 വാർഡുകളുള്ള കരുളായി പഞ്ചായത്തിൽ 11 സീറ്റ് യു.ഡി.എഫിനും 6 സീറ്റ് എൽ.ഡി.എഫിനുമാണ്. ടി.പി. സിദ്ദിഖ് യു.ഡി.എഫിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉസ്മാനെ നിർദ്ദേശിക്കുകയും പി.എ. റഫീഖ് പിന്താങ്ങുകയും ചെയ്തു. എൽ.ഡി.എഫിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സി.പി. മുഹമ്മദ് കുട്ടിയെ ഷുഹൈബ് മൈലമ്പാറ നിർദ്ദേശിക്കുകയും ഉമ്മുസൽമ വിശാരിയിൽ പിന്താങ്ങുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ 11 വോട്ട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഇ.കെ. ഉസ്മാനും 6 വോട്ട് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി.പി. മുഹമ്മദ് കുട്ടിക്കും ലഭിച്ചു. ഉസ്മാനെ വരണാധികാരി ഷോളി വിജയായി പ്രഖ്യാപിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപ്പുറം സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മതമോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് പാർട്ടി പ്രവർത്തകരും സഹമെമ്പർമാരും ഉപവരണാധികാരി മുഹമ്മദ് ഷാഫിയും ജീവനക്കാരും വൈസ് പ്രസിഡന്റിന് ആശംസകൾ അറിയിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ ഉസ്മാൻ വഹിക്കുന്നുണ്ട്. സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നും ഉസ്മാൻ പറഞ്ഞു. എൻ്റെ വോട്ടർമാർക്കും അതുപോലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, എനിക്ക് വേണ്ടി ആഹ്വാനാത്മക പണിയെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കരുളായി പഞ്ചായത്തിൽ തുടങ്ങി വെച്ച വർക്കുകൾ ഒരുപാടുണ്ട്. ആ വർക്കൊക്കെ ഞങ്ങൾ അതായത് തുടർന്ന് ഞങ്ങളത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞങ്ങളത് തുടരും. ഫസ്റ്റ് തന്നെ പൂർത്തീകരിക്കും. ഈ കുറേ വർക്കുകൾ ഇനി ചെയ്യാനുണ്ട്. MLA MP ഫണ്ട് ഉപയോഗപ്പെടുത്തി പരമാവധി വികസനം ഞങ്ങൾ നടത്തും. കരുളായിയുടെ മുഖച്ഛായങ്ങൾ മാറ്റും. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇങ്ങനെ എല്ലാ വിവിധ മേഖലയിൽ നിന്നുള്ള ഫണ്ട് സ്വരൂപിച്ച് ഞങ്ങൾ കരുളായിയെ വൻ വികസന ഗ്രാമപഞ്ചായത്തായിട്ട് ഞങ്ങൾ മാറ്റും. അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇനിയും കുറേ ഗ്രൗണ്ട്, ഇപ്പോൾ നമുക്ക് ഇവിടെ കഴിഞ്ഞ ഭരണസമിതി ഇവിടെ വികസനത്തിൻ്റെ പെരുമയ വേവിച്ചു. ഗ്രൗണ്ട്, ഹൈസ്കൂൾ ഗ്രൗണ്ട്, പഞ്ചായത്ത് ഗ്രൗണ്ട്, ജനങ്ങൾക്ക് രാവിലെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ വയ്യ. അത്രക്കും അവിടെ ജനങ്ങൾ വ്യായാമവും എക്സസൈസും ചെയ്തുകൊണ്ട് അവിടെ ആൾക്കാരെ കൊണ്ട് രാവിലെ വനിതകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിറസാന്നിധ്യമാണ് ആ ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ ഇനിയും കുറേ വികസനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ഞങ്ങൾ UDFൻ്റെ ഒരു ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും. അതിനുവേണ്ടി ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് നൗ കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.